വെൽക്കം ടു ന്യൂ ബ്ലോഗ്. ഹനീസ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ദൂരം സ്ഥലത്തോട്ട് ഇന്ന് നമ്മൾ പോവാനാണ്. സ്കേറ്റിംഗ് ടു ആണ്. ഞാൻ കണ്ടിട്ട് എൻ്റെ അടുത്ത് സ്കേറ്റിംഗ് ടു ഇല്ലായിരുന്നു. ഞാൻ ചേർന്ന് വയസ്സ് ഇന്ന് പോകുമ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നമുക്ക് ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഹനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു സ്കേറ്റിംഗ് ക്ലാസ്സിന് ചേരണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹനീനെ സ്കേറ്റിംഗ് ക്ലാസ്സിന് ചേർത്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്കേറ്റിംഗ് ഷൂസും അതിൻ്റെ ഗാർഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ റായ് മാർക്കറ്റിൽ ഒരു 2-3 സ്പോർട്സ് കടയുണ്ട്. അപ്പോൾ ആ സ്കേറ്റിങ്ങിൻ്റെ സാർ അതാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാണേ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്പോർട്സ് കടയിലെത്തി. അപ്പോൾ അവിടെ സ്കേറ്റിംഗ് ഷൂസ് ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. നോനി സ്പോർട്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് ഹോൾസെയിൽ കടയാണ്. സ്പോർട്സിൻ്റെ എല്ലാ ആക്സസറീസും ഓൾമോസ്റ്റ് എല്ലാം അവിടെ കിട്ടും. ഞങ്ങളങ്ങനെ സ്പോർട്സ് സ്കേറ്റിംഗ് ഷൂ നോക്കുകയാണ്. റെഡല്ലേ വേണ്ടേ? അത് റെഡ് തന്നെ, സെയിം അല്ലേ ഫോട്ടോ? ഷൂസ് അവിടെ നിന്ന് വാങ്ങിച്ചു. പക്ഷേ സ്കേറ്റിംഗ് ഗാർഡ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 700 രൂപയാണ് സ്കേറ്റിംഗ് ഷൂസിനായത്. അപ്പോൾ ഗാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അടുത്തൊരു കടയിൽ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ സ്കേറ്റിംഗ് ഗാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഹനിക്ക് റെഡ് കളർ തന്നെ വേണമായിരുന്നു. അപ്പം റെഡ് അവിടെ ഉണ്ടായില്ല, ബ്ലൂ യെല്ലോ ഒക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് വേറൊരു കടയിൽ പോയി. അങ്ങനെ ഇവിടെ നിന്ന് ഹനി ഉദ്ദേശിച്ച മാതിരി റെഡ് കളറിൽ സ്കേറ്റിംഗ് ഗാർഡൊക്കെ കിട്ടി. ക്യാപ്പും ബാക്കി ആക്സസറീസൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഹനിക്ക് ഡ്രസ്സ് വേണം. അങ്ങനെ ഡ്രസ്സ് നോക്കുകയാണ്. സ്കേറ്റിംഗ് ഗാർഡിന് 250 രൂപയാണ് വരുന്നത്. അപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സിന് 400 റുപ്പീസാണ്. അത് പാകമാവോ എന്നൊക്കെ, ഗാർഡ്സൊക്കെ പാകം തന്നെയാണോ എന്നൊക്കെ ഇട്ട് നോക്കുകയാണ്. കംഫർട്ടബിൾ അല്ലേ? വെരി കംഫർട്ടബിൾ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ സ്കേറ്റിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസം 7 to 8 ആണ് ഹനീൻ്റെ സ്കേറ്റിംഗ് ക്ലാസ്. അതിന് പോകുന്നത് കാണാമേ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ക്ലാസിന്റെ വീഡിയോ എടുക്കാം ഗൈസ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു സ്കേറ്റിംഗ് ഷൂ ഇട്ടിട്ട് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഹെൽമെറ്റും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലെന്താ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഓക്കെ, അങ്ങനെ നമുക്കപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് സ്കേറ്റിംഗ് ക്ലാസ്സിലോട്ട് പോയാലോ? എൻ്റെ ക്ലാസ് 7 o'clock തുടങ്ങി 8 o'clock വരെയാണ്. ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി സ്കേറ്റിംഗ് ക്ലാസ്സിന് പോവാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് 2-3 minutes നടന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ സ്കേറ്റിംഗ് റിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഓൾറെഡി 6 to 7 ഒരു ബാച്ച് ഉണ്ട്, 7 to 8 ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ 7 to 8 ആണ് ഹനീൻ്റെത്. അപ്പോൾ 6 to 7 ക്ലാസ് ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 7 o'clock ആയി. ഹനീൻ്റെ ആദ്യത്തെ സ്കേറ്റിംഗ് ഡേ ആണ്. അപ്പം ആദ്യം കുറച്ച് വാം-അപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്കേറ്റിങ്ങിൻ്റെ സാറ്. അവരെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അല്ല, ഇവളുടെ ക്ലാസ്സിലല്ല. ഇവളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഇവിടെ വാമ്പയറിൽ ഒരു പുതുതായിട്ട് ഒരു മലയാളി വന്നിട്ടുണ്ട്. ആ കുഞ്ഞുകളുടെ ക്ലാസ്സിലുണ്ട്, ശിവദ എന്ന് പറഞ്ഞിട്ട്. സോറി. അങ്ങനെ വാമപ്പൊക്കെ കഴിഞ്ഞ് ഇനി സ്കേറ്റിങ്ങിൻ്റെ ആക്സസറീസൊക്കെ ഇട്ട് ഇനി സ്കേറ്റിങ്ങിന് വേണ്ടി റെഡി ആവുകയാണ്. യെസ്. हम वहाँ चलेंगे. ओके सर, आप वहाँ डालिए, वहाँ डालिए.
हनी का पैर उठा के रखो। इसका क्या हुआ? ഹനി മലയാളിയാണോ? ആ മലയാളിയാ. അതെ. ओके ड्रिंक वाटर. സ്ട്രെയിറ്റ് ഹനി സ്ട്രെയിറ്റ്. अर्जुन हमारा काम हो गया है बस हो गया मैंने कर दिया क्या नहीं देखते എഴുന്നേക്കു കണ്ണ. ഗുഡ് ഗുഡ്. ആ സൂപ്പർ. വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ ബാലൻസ് ചെയ്ത് വരണേ. അങ്ങനെ ഫസ്റ്റ് ഡേത്തെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണേ. ബൈ ബൈ.